എത്ര നേരമായിട്ട് നിന്നെ നോക്കിയിരിക്കുക? ഞാൻ അഖിലിൻ്റെ പട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരാം. നിനക്ക് അഖിലിൻ്റെ പട്ടിയൊക്കെ മതിയല്ലോ, നമ്മളൊന്നും വേണ്ടല്ലോ. അവനെ കാണാനും കൊള്ളാം, അവൻ്റെ പൈസയുണ്ട്, നല്ല പൈസ. നിനക്ക് അതെന്തെങ്കിലും ഉണ്ടോ? ആഹാ, ഇപ്പം അങ്ങനായി. നമ്മളെ അവന് വേണ്ട, അഖിലിൻ്റെ പൈസ അഖിലിൻ്റെ പട്ടി. ഓ, ഇന്നാണെങ്കിൽ എൻ്റെ പിറന്നാളാണ്. ഇന്നലെ വൈകിട്ടാണെന്നുള്ളത് എനിക്കൊന്നും തന്നില്ല. ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ പിറന്നാളൊക്കെ ആയതുകൊണ്ട് ഇന്ന് രാവിലെ വല്ലതും നല്ലതായിട്ട് കഴിക്കാൻ ഉണ്ടാക്കി തരാമെന്ന് ഓർത്തായിരിക്കും ഒന്നും തരാത്തതെന്ന് ഞാൻ ഓർത്തത്. പക്ഷേങ്കിൽ ഇന്ന് രാവിലെ എനിക്കൊന്നും തന്നിട്ടില്ല. നിനക്കറിയാമോ, വിശന്ന് അലഞ്ഞ് വയറ് കത്തുന്നു. അതിൻ്റെ പിറന്നാളല്ലേ? 27 കൊല്ലം തന്തയും വെള്ളം പിടിപ്പിച്ച് 28ാം വയസ്സിലോട്ട് കിടക്കാൻ നിന്നിട്ട് എൻ്റെ ആ പിറന്നാൾ ആശംസ. താങ്ക് യു. അതെന്ത് വർത്താനമാണോ നീ പറഞ്ഞേ? അത് കൊള്ളാമല്ലോ. ഞാൻ ഒരു വാഹ കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നു. എനിക്ക് വല്ലതും കഴിച്ചേ പറ്റൂ. നിൻ്റെ പൈസ വല്ലതും ഉണ്ടോ? എൻ്റെ ഒരു 10 രൂപ ഉണ്ട്. എനിക്ക് അഖിൽ പെട്രോൾ അടിക്കാൻ വന്നൊരു 90 രൂപ ഇരിപ്പുണ്ട്. എടാ, അത് അവൻ്റെ വണ്ടിക്ക് അത് പെട്രോൾ അടിക്കാൻ അവർ ഇച്ച അവൻ്റെ വണ്ടിക്ക് അത് ഫുൾ ടാങ്ക് എപ്പോഴും. ഇപ്പോൾ ഈ 100 രൂപയ്ക്ക് എന്തോ കഴിക്കാൻ? എന്തായാലും 100 രൂപയ്ക്ക് മന്തി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ബാബുച്ചാൻ്റെ അവിടെ പോയിട്ട് പൊറോട്ടയും മീൻകറിയും കഴിക്കും. എന്നാ ബാ എൻ്റെ അഖിലിൻ്റെ വണ്ടി ഞാനൊന്ന് ഓടിക്കട്ടെ. നന്നായിട്ട് പെട്രോൾ അടിച്ചിരുന്നില്ല, ഇതിനകത്ത് പെട്രോളും ഇല്ല, ഒന്നുമില്ല. ഇനി എന്തോ എന്താ ചെയ്യാനാ? അവൻ്റെ വണ്ടി എടുത്ത് പൊറോട്ട കാണാൻ വെച്ചിട്ട് നമുക്ക് പോയിട്ട് ഫുഡ് അടിക്കാം. ബാ, അവനോട് കാണിക്കാൻ മോശമല്ലേ? 100 ചില്ലറുണ്ടോ? 100 പൈസ ഇല്ലല്ലോ കേട്ടോ. ഉണ്ടോ? നോട്ട് അതെന്തോ ഇതിനകത്ത് പെട്രോളും ഇല്ലല്ലോ. ഹോമാരങ്ങ് പോവുകയും ചെയ്തു. എന്തുവാണോ ഉണ്ടായിരുന്ന പൈസയും പോയി. എനിക്കത് വിശക്കുകയും ചെയ്യും. എൻ്റെ അഖിലിൻ്റെ വണ്ടി വിചാരിച്ചു